ഇന്ന് റിലീസ് ചെയ്യും നാളെ റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ കുറേ നാളായി നമ്മളിട്ട് ഓടിപ്പിക്കണം. ഓൾമോസ്റ്റ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. പ്ലേ സ്റ്റേഷൻ ഒന്നും കിട്ടാനില്ല, ഒടുക്കത്തെ വിലയാണ്. ഈ സാഹചര്യത്തിൽ ഒരു 10-40 റേഞ്ചിൽ തന്നെ 10-40,000 റേഞ്ചിലൊക്കെ തന്നെ ഒത്തിരി പി സികളുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. യൂഷ്വലി ഈ പി സികളൊക്കെ നോക്കി അറിയാം AMD പ്ലാറ്റ്ഫോമിലായിരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സിൽ വർക്ക് ചെയ്യുന്ന CPU-കളാണ്. ഈ CPU-കൾ കൊണ്ട് നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുമോ? എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പി സികളിലും പ്രൊസസ്സറാണ് ഗ്രാഫിക്സ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഗെയിമിംഗ്, എഡിറ്റിംഗ് പോലുള്ള ഹെവി യൂസേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗ്രാഫിക്സ് കാർഡ് നിർബന്ധമാണ്. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്ന പ്രൊസസ്സറുകൾക്ക് ഒരു പരിധി വരെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചെറിയ രീതിയിൽ, അതായത് 8K 4K പോലുള്ള വീഡിയോ സ്ട്രീം പ്ലേ ബാക്ക് കൊടുക്കാനും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഗെയിമൊക്കെ പ്ലേ ചെയ്യാനും ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് മതിയാവും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ 40 രൂപ റേഞ്ചിൽ നമ്മൾ മേടിച്ചാലും ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ആക്ച്വലി റാമിൽ നിന്ന് മെമ്മറി ഷെയർ ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത് തന്നെ. അതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ HD റേഞ്ചിൽ മാത്രമായിരിക്കും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുക. അത് FPS ഒക്കെ വളരെ മോശമായിരിക്കും. 30, 29, 28 എന്നൊക്കെ പറഞ്ഞാൽ FPS ഡ്രോപ്പ് ആവുന്നത് കാണാം. ഇനി ഇതിൻ്റെ ഒപ്പം നല്ലൊരു കൂളിംഗ് സിസ്റ്റം വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ ചെയ്യുന്നതും കാണാൻ പറ്റും. ആൻഡ് ഇത് ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി 1.5-2 ലക്ഷം രൂപ കൊടുത്തൊരു PC വാങ്ങുന്നതിനേക്കാൾ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ധാരാളമാണ്. പക്ഷേ നമ്മുടെ എല്ലാ പരിപാടികളും നടക്കുന്നു വരുന്നുണ്ട്. GTA 6 പോലുള്ള ഗെയിം ചിന്തിക്കുക പോലും വേണ്ട. അതിന് വേണ്ടി ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വെച്ചൊരു CPU നടപടിയാവില്ല. അതിന് പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 5000 സീരീസിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡോ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.